ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഏവർക്കും തസ്സൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഒരു സന്തോഷമുള്ള ഒരു ദിവസത്തെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ ആൻഡമാൻ നിക്കോബാർ പോർട്ട് ബ്ലെയർ യാത്രയിലേക്കുള്ള ഒരുക്കത്തിലാണ്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് വേണ്ടി ഈ പാക്കിംഗ് ഒന്ന് കാണിച്ചു തരാമെന്ന്. ഇത് 1-ാം ദിവസമാണ് കേട്ടോ. ഞങ്ങൾ 7 ദിവസത്തെ യാത്രയായിരുന്നു. അപ്പം ആദ്യം ഞാൻ ഫസ്റ്റ് ഡേ ഡ്രസ്സുകളെല്ലാം ഒന്ന് പാക്ക് ചെയ്ത് വെക്കുന്നതാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. നമ്മൾ എല്ലാ ഡ്രസ്സും ഒന്ന് പ്രസ് ചെയ്തിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് നമ്മുടെ ബാഗിൽ, നമ്മുടെ പെട്ടിയാണേലും ബാഗിലാണെങ്കിലും നമ്മൾ വെക്കുകയാണെങ്കിൽ നല്ല ഒതുങ്ങി സ്പേസ് ഒരുപാട് കിട്ടും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ ഇതുപോലെ ഒരു ഡ്രസ്സ്, ഏത് ഡ്രസ്സാണോ എടുത്തിട്ട് നമ്മൾ രണ്ടായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. ഇതുപോലെ കൈയൊക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെ ഹാൻഡ് നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ആണ് ഞാൻ എപ്പോഴും പാക്കിങ് ചെയ്യുന്നത്. നിങ്ങളൊന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. നമുക്ക് നല്ല ഒരു യൂസ്ഫുൾ ഒരു വീഡിയോ ആണ് കേട്ടോ. നമുക്കിതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം 2 പ്രാവശ്യം ഫോൾഡ് ചെയ്യുക. ശേഷം ഒന്നും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇപ്പം ഞാൻ ഇത് 3-ാമത്തെ ഫോൾഡാണ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ ചുരിദാറിൻ്റെയോ അതുപോലെ തന്നെ ഗൗണിൻ്റെയോ വലിപ്പം അനുസരിച്ച് നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യാവുന്നതാണ്. ഒരുപാട് ചുരുട്ടിക്കൂട്ടണ്ട കേട്ടോ. ചുരുട്ടിക്കൂട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് സ്പേസ് കിട്ടുമെന്ന് പറഞ്ഞ് നമ്മൾ ചുരുട്ടിക്കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എടുക്കുന്ന സമയത്ത് എല്ലാം ഭയങ്കര ബോറായിരിക്കും നമ്മളുടെ ഡ്രസ്സെല്ലാം. ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ലാസ്റ്റത്തെ ഒരു തലപ്പെടുത്ത് ആ തലപ്പിലോട്ട് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഞാൻ ഇതിൻ്റെ ടോപ്പ് ഒന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതുപോലെ തന്നെ ഒരു ചുരിദാർ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചുരിദാർ ഇതുപോലെ അതിൻ്റെ പാൻ്റ് അകത്ത് വെക്കുക. ഷാൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാം. ഷാൾ ഇതിനകത്ത് വെച്ച് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് പ്രസ് ചെയ്തെടുക്കുവാണ്. എല്ലാം പ്രസ് ചെയ്ത് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റ് ഒരെണ്ണം കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഹസ്ബൻഡ് പറഞ്ഞു ബെഡ്ഷീറ്റിൻ്റെ ആവശ്യമില്ല, എല്ലാം നമുക്കവിടെ കിട്ടും ഹോട്ടലിലെല്ലാം. അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റ് ഒരെണ്ണം എടുത്തു വെച്ചു. അപ്പം അതൊന്ന് ഫോൾഡ് ചെയ്ത് കാണിക്കാം. അത് ഞാനിങ്ങനെ ചെറുതായിട്ടുള്ള പായൊക്കെ ചുരുട്ടുന്നത് പോലെ ഒന്ന് ചുരുട്ടിയതിന് ശേഷം നമ്മൾ ലാസ്റ്റത്തെ ആ ഒരു തുമ്പുണ്ടല്ലോ, ആ തുമ്പിലോട്ടാണ് നമ്മൾ ഈ ഒരു ചുരുട്ടിയ ബെഡ്ഷീറ്റിനെ ഇതിനകത്തോട്ട് അങ്ങ് വെക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ എല്ലാവരും ഒന്ന് പാക്കിങ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ ടൈപ്പ് കേട്ടോ, ഇങ്ങനെയാണ് ചെയ്യുന്നത്. ബെഡ്ഷീറ്റ് മടക്കലൊക്കെ കഴിഞ്ഞു. ഞാൻ ടവൽ എടുത്തിട്ടുണ്ട്. അതുപോലെ 7 ദിവസമായതുകൊണ്ട് ഒരു 7 ചുരിദാർ എടുത്തു, ഗൗൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള എല്ലാം വീട്ടിലിടാനുള്ള ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. 2 മാക്സി, 2 അതുപോലെ സ്കേർട്ട് എല്ലാം എടുത്തിട്ടുണ്ട്. ഇത്രയും ഐറ്റംസാണ് ഞാൻ കൊണ്ടുപോകുന്നത്. നമുക്ക് പെട്ടിയിൽ എങ്ങനെ ഡ്രസ്സ് വെക്കാം എന്നാണ് ഞാൻ കാണിക്കുന്നത്. നമ്മൾ ഒരു പെട്ടി എടുത്തിട്ട് ബാഗോ പെട്ടിയോ എന്തെങ്കിലും എടുത്തതിന് ശേഷം നമ്മളുടെ ഡ്രസ്സെല്ലാം ഒന്ന് വയ്ക്കാം. ചുരിദാർ കുറച്ച് ഒരു സിന്തറ്റിക് ടൈപ്പ് ആയതുകൊണ്ട് അതുപോലെ ഫോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനത് അങ്ങനെ വെച്ചു. നമ്മൾ പ്രസ് ചെയ്ത് അത് ഷാൾ അടക്കമാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ടോപ്പിൻ്റെ ഷാൾ അടക്കം വെച്ചിട്ടുണ്ട്. ഓരോ ദിവസത്തെയും ഡ്രസ്സ് ഇങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട്. ടവൽസ്
നമസ്കരിക്കുന്ന ഞങ്ങളുടെ ഡ്രസ്സുണ്ട്, കുപ്പായം, നമസ്കരിക്കുന്ന ഡ്രസ്സ് എല്ലാം ഇതിനകത്ത് വെച്ചു കേട്ടോ. വൈറ്റ് ഡ്രസ്സ് നമസ്കരിക്കുന്നതാണ്. ഞാൻ കുറച്ച് സ്പ്രേയും കൂടെ അടിച്ചിട്ട് നമുക്കിത് ബെഡ്ഷീറ്റും വെച്ചതിന് ശേഷം ഞാൻ ആദ്യം എടുക്കേണ്ട സാധനമെല്ലാം ബെഡ്ഷീറ്റ് ടവലും എല്ലാം മുകളിലാണ് വെക്കുന്നത്. അങ്ങനെ നമുക്കിതിൻ്റെ ബെൽറ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഡ്രസ് പാക്കിങ് കഴിഞ്ഞു. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ ലോക്കിട്ട് ഫ്ലൈറ്റിലൊക്കെ പോകാനുള്ളതല്ലേ, അപ്പം ഞാനത് ലോക്കിട്ട് വെക്കുന്നതാണ്. ഹാൻഡ് ബാഗിൽ നമ്മൾ പേഴ്സ്, ഞാനിതുപോലെ ഒരു ബുക്ക് വെച്ചിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുള്ളൊരു ബുക്ക് വെച്ചിട്ടുണ്ട്. അതേപോലെ ഇതിനകത്ത് കുറച്ച് സൺസ്ക്രീനും സൺസ്ക്രബ് ഉണ്ടല്ലോ, എല്ലാം അതിനകത്ത് വെക്കുകയാണ്. ആൻഡമാൻ നിക്കോബാറിൽ പോകുമ്പോൾ നമ്മൾ എപ്പോഴും സൺസ്ക്രീൻ എടുക്കണം. സൺസ്ക്രീന് സ്ക്രബ് ഒക്കെ എടുക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് ടാൻ അടിക്കാൻ വളരെ ടാൻ അടിക്കും. അതുകൊണ്ട് വളരെ ഉപകാരപ്രദമായാണ് സൺസ്ക്രീനൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഹാൻഡ് ബാഗും റെഡിയായി, എൻ്റെ പെട്ടി റെഡിയായിട്ടുണ്ട്. ഞാൻ ഒരു ഷൂ കൊണ്ടുപോകുന്നുണ്ട്, ബീച്ചിലൊക്കെ പോകുന്നതല്ലേ, അപ്പം ഒരു ഷോൾഡർ ബാഗ് എടുത്തു. അപ്പോൾ ഞാൻ ഒരു ഷൂവും ഒരു ചെരുപ്പും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഞാനിങ്ങനെ വെക്കുവാണ്. നമ്മൾ കോയമ്പത്തൂർ ടു ചെന്നൈ ബസ്സിലാണ് പോകുന്നത്. നമ്മൾ ഡബിൾ ഡക്കർ ബസ്സിലാണ് പോകുന്നത്. അപ്പം ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ബസ് ഇതുവരെ വന്നിട്ടില്ല. വൈകിട്ട് 6 മണി സമയമാണ്. ബസ് യാത്ര വളരെ നന്നായിട്ടുണ്ടായിരുന്നു. നമുക്ക് ഡബിൾ ഡക്കർ ബസ്സാണോ, പിന്നെ അതുപോലെ ബെഡൊക്കെ ആണെങ്കിൽ ഡബിൾ ബെഡ് ഉണ്ടായിരുന്നു. നമുക്ക് കിടന്ന് സുഖമായിട്ട് പോകാം. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് നിർത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇടയ്ക്ക് ഒരു 9:30 ആയപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ യാത്ര തുടങ്ങുകയാണ്. ഇതാണ് നമ്മളുടെ ബസ്സിന് ഉൾവശം. നല്ല ഒരു ബെഡ്, ഡബിൾ ബെഡാണ് കേട്ടോ. ഡബിൾ കോട്ട് ബെഡാണ്. 4 പേർക്ക് സുഖമായിട്ട് കിടക്കാവുന്ന ബെഡായിരുന്നു. ഇത്രയാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.